ഹലോ ഓൾ, ഏറ്റവും പ്രത്യേകതയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത ദിവസം തന്നെ പറ്റുന്നത് നടന്ന് കണ്ടു. പിറ്റേ ദിവസം മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ട് റൈഡ്, അതിനുശേഷം കേവ് ഓഫ് ദ വിൻഡ്സ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ 60,000 gallons ഓഫ് വാട്ടർ നമ്മുടെ മേത്തിൽ കൂടെ വരുന്ന ആ ഒരു സീൻ. അങ്ങനെ 3 പാർട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. ഇതിൻ്റെ വോയിസ് ഇപ്പം ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ് ഇത് പറയുന്നതുകൊണ്ട്. പക്ഷേ ആ വെള്ളം പോകുന്ന സൗണ്ട് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേൾക്കുമായിരുന്നു. എന്താ പറയുക, അത്ര മോസ്റ്റ് സീനിക് നാച്ചുറൽ വണ്ടേഴ്സാണ് ഇത്. എന്തായാലും USA പോകുന്നവർ അല്ലെങ്കിൽ കാനഡയിൽ പോകുന്നവർ നയാഗ്ര വെള്ളച്ചാട്ടം നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അത്രത്തോളം ഭംഗിയാണത് കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് മഴയായിരുന്നു. ഒരു 7 ഡിഗ്രി 8 ഡിഗ്രി മഴ, തണുപ്പ്, ആ ഒരു കാലാവസ്ഥ, പല കളറിലുള്ള ട്രീസ്, ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ്. നമ്മൾ ഫോളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു ഫോള് സൂപ്പറാണ്. ഇത് രാത്രിയായിരുന്നു ആ സമയത്ത്. 8 മണിക്കുള്ള സമയമാണ് ഈ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുട്ടായി, എന്നാലും ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് കാണാൻ പറ്റി. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ ആസ്വദിച്ചോളൂ. അപ്പുറത്ത് കാണുന്നത് കാനഡയാണ്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തെ സൈഡ് മൊത്തം കാനഡയാണ്. അപ്പോൾ പക്ഷികളൊക്കെ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ് കാനഡയ്ക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്ത് പോണ കാണാം. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് നമ്മളത് കഴിഞ്ഞ് തിരിച്ച് വന്നായിരുന്നു ഇരുട്ടായപ്പം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞ് ബോട്ട് റൈഡിന് വേണ്ടി പോകുന്നത്. അത് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. നല്ല മഴയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റും കേവ് ഓഫ് ദ വിൻഡ്സൊക്കെ നമുക്ക് പറ്റുമോ എന്നുള്ളതൊരു സംശയമായിരുന്നു. അത് പറ്റണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കാരണം അവിടെ വരെ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. ദൈവം അനുഗ്രഹിച്ച് കറക്റ്റ് നമുക്കത് കിട്ടി. വലിയൊരു ദൈവാനുഗ്രഹമാണത്. പിന്നെ നമ്മൾ വിൻ്റർ സീസണിലൊക്കെ ഇത് ഫ്രോസണായിട്ട് കിടക്കും ഈ ഫോൾസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടുമ്പോഴാണ് ഇത് വീണ്ടും ഒഴുകിയൊക്കെ തുടങ്ങുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജസൊക്കെ നമുക്ക് കാണാം, ഫ്രോസണായിട്ടുള്ള നയാഗ്ര ഫോൾസിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ബോട്ട് റൈഡിൽ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് റെയിൻ കോട്ടൊക്കെ തരും. എന്നാൽ പോലും നന്നായിട്ട് വെള്ളമൊക്കെ തെറിക്കും നമ്മുടെ മേത്തേക്ക്. അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. 1979 ഏഴാം കടലിനക്കരെ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്. അതിനകത്തൊരു പാട്ടുണ്ട്, സൂര്യലോക ജലധാര ഒഴുകി കിട്ടുന്നൊരു പാട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു വെക്കണം. അത്രയും വർഷം മുന്നേ നയാഗ്ര ആ ഒരു നേരത്തെ കണ്ട അതിർത്തി ഉണ്ടല്ലോ, നമ്മുടെ US കാനഡ അതിർത്തി, അത് വളരെ മനോഹരമായിട്ട് അത് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നത് 2 countries എന്ന് പറഞ്ഞാൽ അതിൽ മമത ചിത്രത്തിൽ വെളുവെളുത്തിൽ തന്നെ എന്നൊരു പാട്ടുണ്ട്. അത് രണ്ടും നയാഗ്ര വെള്ളച്ചാട്ടം നടത്തുന്നവർക്ക് എന്തായാലും ഓർമ്മ വരുന്നുണ്ട്. To the far left of the Horseshoe Falls is Pelican Point, the international border. The water goes down the Niagara River, into Lake Ontario, into the St. Lawrence River, and finally to the Arctic Ocean.
ആ ബോട്ട് റൈഡ് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മളെ ബോട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ അത് അത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ താഴെയും ഡെക്കുണ്ട്. അപ്പം കയറാൻ പറ്റാത്തവർക്കൊക്കെ അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ടോപ്പ് ഡെക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂവും ഫീലും അത് വ്യത്യാസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേവ് ഓഫ് ദ വിൻഡ്സ്. അത് സംഭവമാണ്. അയ്യോ, ഇത് എൻ്റെ പൊന്നെ എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യാം. നമ്മളതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ആ ബോട്ടിൻ്റെ പോലെ അങ്ങോട്ട് നമ്മളിത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി കഴിഞ്ഞ് റെയിൻ കോട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലമാണിത്. അപ്പം അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ സൗണ്ടും ആ ഒരു ഭംഗിയും മനസ്സിനെയും ശരീരത്തിനെയും അത്രമാത്രം കുളിരണിയിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ ഓർമ്മയുള്ളിടത്തോളം കാലം അത് ഏറ്റവും മനോഹരമായിട്ട് എല്ലാ ഓർമ്മകളെക്കാളും മുകളിൽ തങ്ങി നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരുടെ കൂടെ ആണെങ്കിൽ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയാൽ തോന്നില്ല. അത്ര സൂപ്പറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.